ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചില ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിനെ പരിചയപ്പെടുകയാണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് റാഡിക്കലും മെറ്റലുമായിട്ട് ഒരു ഡയറക്റ്റ് ബോണ്ട് ഉണ്ടായിരിക്കണം. ഓർഗാനിക് പാർട്ടിലെ കാർബൺ ആറ്റവും മെറ്റലുമാണ്. ഒരു മെറ്റൽ കാർബൺ ബോണ്ടാണ് ഓർഗാനോ മെറ്റാലിക്സിൽ എസെൻഷ്യലായിട്ട് ഉണ്ടാവേണ്ടത്. ഇതിൻ്റെ ബോണ്ടിങ് വെച്ചിട്ട് ഇതിൻ്റെ ഓർഗാനോ മെറ്റാലിക് പാർട്ടും മെറ്റലും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ഡ് കോമ്പൗണ്ട്സ്. സിമ്പിൾ കോമ്പൗണ്ട്സിൽ നമുക്ക് ഓർഗാനിക് റാഡിക്കലും മെറ്റലും മാത്രം, അതല്ലെങ്കിൽ ചില കേസിൽ ഹൈഡ്രജനും കൂടി കാണും. അങ്ങനെയുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഒരു ആൻറ്റി നോക്കിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലെഡ് ടെട്രാ ഈഥൈൽ അല്ലെങ്കിൽ ടെട്രാ ഈഥൈൽ ലെഡ്. അതിൽ 4 C2H5 ഗ്രൂപ്പും ഒരു ലെഡ് ആറ്റവും. അതുപോലെ മിക്സ്ഡിന് എക്സാമ്പിളാണ് നിങ്ങളുടെ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് അഥവാ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയും, RMgX. അതിൽ 6 എക്സാമ്പിളായിട്ട് നമ്മൾ CH3 ആൽക്കൈൽ റാഡിക്കൽ കൊടുത്തു, മെഗ്നീഷ്യം കൊടുത്തു, എക്സ് ഒരു ക്ലോറിൻ ആറ്റം. സോ ഇവിടെ നമ്മുടെ എസെൻഷ്യലായിട്ടുള്ള കാർബൺ മെറ്റൽ ബോണ്ടുണ്ട്, മെഗ്നീഷ്യം കാർബൺ ബോണ്ടുണ്ട്. ഇൻ അഡീഷൻ ഒരു ഹാലജൻ ആറ്റവും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിക്സ്ഡ് ടൈപ്പ് ഓഫ് ഓർഗാനോ മെറ്റാലിക് ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് മെറ്റൽ കാർബൺ ബോണ്ടിങ് നേച്ചർ അനുസരിച്ചാണ്, MC ബോണ്ടിൻ്റെ നേച്ചർ. ഈ MC ബോണ്ട് അയോണിക് ടൈപ്പ് ഉണ്ടാകാം. അയോണിക് ടൈപ്പ് വേണമെങ്കിൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റലായിരിക്കണം. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ഓർഗാനിക് റാഡിക്കലുമായിട്ട് ചേർന്നിട്ടാണ് നമുക്ക് അയണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് C6H5, ബെൻസീൻ റിങ്ങിൽ ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഹൈഡ്രജൻ അയണൈസ് ചെയ്ത് കിട്ടിയാൽ ആ ഒരു സ്പീഷീസ് C6H5-, അതേപോലെ അതിൻ്റെ കൂടെ ഒരു Na+ ചേരുവാണെങ്കിൽ ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന മോളിക്യൂളാണ്. അടുത്തായിട്ട് നമുക്ക് കോവലൻ്റ് ടൈപ്പ് ഓഫ് MC ബോണ്ട് നോക്കാം. കോവലൻ്റ് ടൈപ്പ് നിങ്ങൾക്ക് അറിയാം, മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ് ആണ്. ഇവിടെ കാർബണും മെറ്റലും തമ്മിൽ ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യുന്നു. അത് നിങ്ങൾക്കറിയാം, സിഗ്മ ബോണ്ടഡും പൈ ബോണ്ടഡും ഉണ്ട്. സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്. ആക്സിയൽ ഓവർലാപ്പിംഗ് ഇതെന്ന് പറയുന്നത് ലാറ്ററൽ ഓവർലാപ്പിംഗ്. പൈ ബോണ്ട് എന്ന് പറയുന്നത് ലാറ്ററൽ ഓവർലാപ്പിംഗ്. ഇപ്പോൾ സിഗ്മ ബോണ്ടിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഈ നേരത്തെ കണ്ട സിമ്പിൾ കോമ്പൗണ്ട്സും അതുപോലെ മിക്സ്ഡ് കോമ്പൗണ്ട്സും ഒക്കെ സിഗ്മ ബോണ്ടഡിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് RMgX തന്നെ കൊടുക്കാം. ഇവിടെ Rഉം MGയും തമ്മിലുള്ള ബോണ്ട് ഒരു മ്യൂച്വൽ ഷെയറിംഗ് സിഗ്മ ബോണ്ടാണ്. നെക്സ്റ്റ് പൈ ബോണ്ട്. പൈ ബോണ്ട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പൈ ബോണ്ടിൽ എന്താണ്, അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് പാർട്ട് വേണം. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കണം. ഹൈഡ്രോകാർബൺ പാർട്ട് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ്. എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH2. നമുക്കറിയാം സിംപ്ലസ്റ്റ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ് എത്തിലീൻ എന്ന് പറയുന്നത്. ഈ എത്തിലീന് ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഒരെണ്ണം സിഗ്മ ബോണ്ടും ഒരെണ്ണം പൈ ബോണ്ടുമാണ്. ഈ പൈ ബോണ്ട്, ഇതിൽ ഒരു പൈ ബോണ്ട് മെറ്റലിന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു പൈ ബോണ്ടഡ് കോംപ്ലക്സ് ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സീസസ് സോൾട്ട്. സീസസ് സോൾട്ട് ഫോം ചെയ്യുന്നത് ഒരു പ്ലാറ്റിനം സെൻട്രൽ മെറ്റൽ അറ്റാച്ച്ഡ് ടു 3 Cl atoms, ആക്ച്വലി 3 Cl ions. ഈ 4th ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു എത്തിലീനാണ്, CH2 ഡബിൾ ബോണ്ട് CH2. ഇതിൻ്റെ പൈ ഇലക്ട്രോണാണ് ഇവിടെ ബോണ്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് സ്പീഷീസ്. ഹിയർ പ്ലാറ്റിനം ഈസ് ഇൻ ദ +2 സ്റ്റേറ്റ് ആൻഡ് 3 Cl- ions. സോ 3 negative + 2 plus gives 1 negative. ഈ നെഗറ്റീവ്
കോംപ്ലക്സ് സ്പീഷീസിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഒരു K+. അപ്പോൾ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ട്രൈക്ലോറോ പ്ലാറ്റിനം എത്തിലീൻ, അല്ലെങ്കിൽ എൻ്റെ പേര് പറയുകയാണെങ്കിൽ പൊട്ടാസ്യം ട്രൈക്ലോറോ എത്തിലീൻ പ്ലാറ്റിനേറ്റ് 2. അടുത്തതായിട്ട് വരുന്ന പൈ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സാൻഡ്വിച്ച് കോമ്പൗണ്ട് എന്നറിയപ്പെടുന്ന ഫെറോസീനാണ്. എന്താണ് സാൻഡ്വിച്ച് കോമ്പൗണ്ട്? 2 പ്ലാനാർ റിംഗ് സ്ട്രക്ചേഴ്സ്, അത് സൈക്ലോപെൻറ്റ ഡൈ ഈൻ എന്നുള്ളതാണ്. അതായത് C5H5- സൈക്ലോപെൻറ്റ ഡൈനൈഡ്. ഇതിൻ്റെ ബോണ്ട് ഈ സൈഡുമാണ് വരുന്നത്. ഇവിടെ 2 ഇലക്ട്രോൺ വരും. അങ്ങനെ ഇതൊരു റിംഗ് ക്ലൗഡ് ഫോം ചെയ്യും, ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡ്. രണ്ടാമത്തെ സൈക്ലോപെൻറ്റ ഡൈൻ എന്ന് പറയുന്നത് ഇതേപോലെ ഡബിൾ ബോണ്ട് ഇവിടെ ഇതെല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അവിടെ എല്ലാം ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടുത്തെ ഹൈഡ്രജൻ അയണൈസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചേർന്നിട്ട് ഒരു 6 പൈ ഇലക്ട്രോൺ സിസ്റ്റമാണിത്. അതിനകത്ത് ഒരു Fe2+ വരുന്നു. അപ്പോൾ ഇതൊരു മൈനസ് ചാർജ്, ഇതൊരു മൈനസ് ചാർജാണ് വരുന്നത്. അങ്ങനെ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റിംഗ് സിസ്റ്റം കാണിച്ചാൽ മതി വിത്ത് എ നെഗറ്റീവ് ചാർജ് ആൻഡ് Fe2+. സോ 2 സൈക്ലോപെൻറ്റ ഡൈനൈൽ റിങ്, ഒരു സെൻട്രൽ Fe2+. അങ്ങനെ ഒരു 3 ലെയർ സ്ട്രക്ചർ വന്നുകൊണ്ടാണ് അതിനെ സാൻഡ്വിച്ച് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അത് ഫെറോസീൻ. അതുപോലെ തന്നെ മറ്റൊരു സാൻഡ്വിച്ച് കോമ്പൗണ്ടാണ് ഡൈബെൻസീൻ ക്രോമിയം. അത് 2 ബെൻസീൻ റിങ് വന്നിട്ട് അതും ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റമാണെന്ന് നിങ്ങൾക്കറിയാം. സെക്കൻഡ് ബെൻസീൻ റിങ്, അനദർ ഫ്ലാറ്റ് ബെൻസീൻ റിങ്, 2 ഫ്ലാറ്റ് പ്ലാനാർ ഹെക്സഗണൽ റിങ്ങിൽ ഇടയ്ക്ക് ഒരു ക്രോമിയം വന്നിട്ടുണ്ട് അതിലേക്ക്. ഇപ്പോൾ ഇവിടെ പൈ ബോണ്ട്, മെറ്റൽ പൈ ബോണ്ട്, ഇവിടെയും മെറ്റൽ പൈ ബോണ്ട്, ഇവിടെയും മെറ്റൽ പൈ ബോണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനെ നമ്മൾ ജനറലായിട്ട് പൈ ബോണ്ടഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ മറ്റ് ചില ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനെ പരിചയപ്പെടാം. താങ്ക് യു.